ക്ലാസ് 8 ന്യൂ SCERT ടെക്സ്റ്റ് ബുക്ക് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചാപ്റ്റർ 1 കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചാപ്റ്റർ 1 ചെയ്തു. ഇന്ന് ചാപ്റ്റർ 2 ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിക്കൊണ്ടുപോകുന്നു എന്ന തൻ്റെ നിരീക്ഷണം ചോർച്ചാ സിദ്ധാന്തം അഥവാ ഡ്രെയിൻ തിയറി അദ്ദേഹം ഈ പുസ്തകത്തിൽ അവതരിപ്പിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ചർച്ചാ വിഷയമാക്കുന്നതിന് ഇതിലൂടെ സാധിച്ചു. അപ്പോൾ ഇന്ത്യയുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ദാദാഭായ് നവറോജിയാണ്. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ് ദാദാഭായ് നവറോജി. നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ആരാണ്? ദീനബന്ധു മിത്രയാണ് നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത്. നീലം തോട്ടമുടമകളുടെ ചൂഷണത്തിനെതിരെയാണ് ഈ നാടകത്തിൽ കഥാപാത്രങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ നീൽ ദർപ്പൺ എന്ന നാടകം രചിച്ചത് ആരാണ്? ദീനബന്ധു മിത്ര. ശക്തമായ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവമായിരുന്നു ഇന്ത്യൻ ജനതയുടെ ഐക്യബോധത്തിൻ്റെ അടിത്തറ. ഈ ഐക്യബോധത്തെയാണ് നമ്മൾ ദേശീയത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. എന്താണ് ദേശീയത? ശക്തമായ ബ്രിട്ടീഷ് വിരുദ്ധ മനോഭാവമായിരുന്നു ഇന്ത്യൻ ജനതയുടെ ഐക്യബോധത്തിൻ്റെ അടിത്തറ. ഈ ഐക്യബോധത്തെയാണ് നമ്മൾ ദേശീയത എന്ന് പറയുന്നത്. ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചൂഷണത്തെപ്പറ്റി വിശദമായ പഠനം നടത്തിയത് ദാദാഭായ് നവറോജി, RC ദത്ത്, മഹാദേവ് ഗോവിന്ദ റാനഡെ തുടങ്ങിയവരാണ്. ആരൊക്കെയാണ്? ദാദാഭായ് നവറോജി, RC ദത്ത്, മഹാദേവ് ഗോവിന്ദ റാനഡെ. പ്രമുഖ എഴുത്തുകാരായ ദീനബന്ധു മിത്ര, ബങ്കിം ചന്ദ്ര ചാറ്റർജി, രബീന്ദ്രനാഥ ടാഗോർ, വള്ളത്തോൾ നാരായണ മേനോൻ, സുബ്രഹ്മണ്യ ഭാരതി തുടങ്ങിയവരുടെ കൃതികൾ ജനങ്ങളിൽ ദേശീയബോധം വളർത്തുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയും രബീന്ദ്രനാഥ ടാഗോറും ബംഗാളി ഭാഷയിലാണ് കൃതികൾ രചിച്ചത്. ലക്ഷ്മിനാഥ് ബസ് ബറുവ ആസാമീസ് ഭാഷയിലാണ് രചിച്ചത്. വിഷ്ണു ശാസ്ത്ര ചിപ്ലങ്കർ രചിച്ചത് മറാത്തി ഭാഷയിലാണ്. സുബ്രഹ്മണ്യ ഭാരതി തമിഴ് ഭാഷയിൽ, ഭാരതേന്ദു ഹരിശ്ചന്ദ്ര, പ്രേംചന്ദ് എന്നിവർ ഹിന്ദി ഭാഷയിലും, അൽതാഫ് ഹുസൈൻ ഹാലി ഉറുദു ഭാഷയിലും, വള്ളത്തോൾ നാരായണ മേനോൻ മലയാളം ഭാഷയിലുമാണ് കൃതികൾ രചിച്ചത്. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് സാമൂഹിക പരിഷ്കർത്താവായ രാജാറാം മോഹൻ റോയിയാണ്. അദ്ദേഹം ആരംഭിച്ച പത്രങ്ങളാണ് ബംഗാളി ഭാഷയിലെ സംബാദ് കൗമുദിയും പേർഷ്യൻ ഭാഷയിലെ മിറാത്തുൽ അക്ബറും. അപ്പോൾ രാജാറാം മോഹൻ റോയിയുടെ 2 പത്രങ്ങൾ ഏതൊക്കെയാണ്? സംബാദ് കൗമുദിയും മിറാത്തുൽ അക്ബർ പേർഷ്യൻ ഭാഷയിലും സംബാദ് കൗമുദി ബംഗാളി ഭാഷയിലുമാണ്. അപ്പോൾ ചില പത്രങ്ങൾ നോക്കാം. അമൃത ബസാർ പത്രിക, ഇത് ബംഗാളി ഭാഷയിലാണ്. ദി ഹിന്ദു, ടൈംസ് ഓഫ് ഇന്ത്യ എന്നിവ ഇംഗ്ലീഷ് ഭാഷയിലുള്ള പത്രങ്ങളാണ്. മാതൃഭൂമി, അൽ-അമീൻ എന്നിവ മലയാളം ഭാഷയിലെ പത്രങ്ങളാണ്. നാട്ടുഭാഷാ പത്ര നിയമം അഥവാ വെർണാക്കുലർ പ്രസ് ആക്ട് നടപ്പിലാക്കിയത് ലിപ്ടൺ പ്രഭുവാണ്. രാജാറാം മോഹൻ റോയി ജനിച്ചത് 1772 ബംഗാളിലാണ്. അദ്ദേഹത്തിന് ഹിന്ദു, ഇസ്ലാം, ക്രൈസ്തവ, ജൂത മതങ്ങളിൽ അഗാധമായ ജ്ഞാനം ഉണ്ടായിരുന്നു. ഒരു ബഹുഭാഷാ പണ്ഡിതനായിരുന്ന റോയിയെ ഫ്രഞ്ച് വിപ്ലവ ആശയങ്ങൾ സ്വാധീനിച്ചിരുന്നു. അപ്പോൾ രാജാറാം മോഹൻ റോയി ജനിച്ചതെന്നാണ്? 1772 ബംഗാളിലാണ്. രാജാറാം മോഹൻ റോയിയുടെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. സതി നിർത്തലാക്കുന്നതിന് മുഖ്യ പങ്കുവഹിച്ച വ്യക്തിയാണ് രാജാറാം മോഹൻ റോയി. ആധുനിക വിദ്യാഭ്യാസത്തിനായി അദ്ദേഹം നിരവധി സ്കൂളുകൾ ആരംഭിച്ചു. ബ്രഹ്മസമാജം എന്ന സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചത് രാജാറാം മോഹൻ റോയിയാണ്. ശൈശവ വിവാഹം, ബഹുഭാര്യത്വം എന്നീ സാമൂഹിക തിന്മകൾക്കെതിരെ അദ്ദേഹം പോരാടി.
സ്ത്രീകൾക്ക് പൈതൃക സ്വത്തിൽ അവകാശമുണ്ടെന്ന് രാജാറാം മോഹൻ റോയ് വാദിച്ചു. വിഗ്രഹാരാധന, ബഹുദൈവ വിശ്വാസം എന്നിവയ്ക്കെതിരെ നിലകൊണ്ട വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. മഹാരാഷ്ട്രയിൽ താഴ്ന്നതെന്ന് കണക്കാക്കപ്പെട്ട ജാതികളിൽപ്പെട്ടവരുടെയും സ്ത്രീകളുടെയും അവകാശങ്ങൾക്കായി പോരാടിയ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു ജ്യോതിറാവ് ഫൂലെ. സാമൂഹിക പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കായി സത്യശോധക് സമാജം എന്ന സംഘടനയ്ക്ക് അദ്ദേഹം രൂപകൽപ്പന നൽകി. അപ്പോൾ സത്യശോധക് സമാജം എന്ന സംഘടന രൂപീകരിച്ചത് ആരാണ്? ജ്യോതിറാവ് ഫൂലെ. മഹാരാഷ്ട്രയിലെ ജനങ്ങളുടെ ആദരസൂചകമായി അദ്ദേഹത്തെ മഹാത്മാ എന്ന് വിളിച്ചു. പണ്ഡിത രമാഭായി. കർണാടക സ്വദേശിയാണ് പണ്ഡിത രമാഭായി. അവർക്ക് സംസ്കൃതം, മറാത്തി, ബംഗാളി എന്നീ ഭാഷകളിൽ പാണ്ഡിത്യമുണ്ടായിരുന്നു. സംസ്കൃത സാഹിത്യത്തിലുള്ള അവഗാഹം പരിഗണിച്ച് കൽക്കത്ത സർവകലാശാലയിലെ അധ്യാപകർ രമാഭായിയെ പണ്ഡിത എന്ന പേരു നൽകി ആദരിച്ചു. ആര്യ മഹിളാ സമാജം സ്ഥാപിച്ചത് പണ്ഡിത രമാഭായിയാണ്. ശാരദാ സദനം സ്ഥാപിച്ചതും പണ്ഡിത രമാഭായിയാണ്. വിധവകളുടെ പുനരധിവാസത്തിന് വേണ്ടി സ്ഥാപിച്ചതാണ് ശാരദാ സദൻ. അതോടൊപ്പം തന്നെ എല്ലാ അഭയകേന്ദ്രങ്ങളിലും സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്നതിനായി മുക്തി മിഷൻ എന്ന പദ്ധതിയും ആരംഭിച്ചത് പണ്ഡിത രമാഭായിയാണ്. 1889 ബോംബെയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൽ അവർ പങ്കെടുത്തിരുന്നു. അപ്പോൾ പണ്ഡിത രമാഭായി പങ്കെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനമാണ് 1888 1889 പണ്ഡിത രമാഭായി പങ്കെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമ്മേളനമാണ് 1889 ബോംബെ സമ്മേളനം. ഇനി ഇന്ത്യയിലെ മറ്റു ചില പ്രധാനപ്പെട്ട സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെയും പ്രസ്ഥാനങ്ങളുടെ സ്ഥാപകരെയും നമുക്കൊന്ന് നോക്കാം. പ്രാർത്ഥനാ സമാജം സ്ഥാപകൻ ആത്മാറാം പാണ്ഡുരംഗാണ്. ആര്യ സമാജം സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അലിഗഡ് പ്രസ്ഥാനം സർ സയ്യദ് അഹമ്മദ് ഖാനാണ്. തിയോസഫിക്കൽ സൊസൈറ്റി മാഡം ബ്ലാവിഡ്സ്കി, കേണൽ ഓൾക്കോട്ട് എന്നിവരാണ്. രാമകൃഷ്ണ മിഷൻ സ്വാമി വിവേകാനന്ദനാണ്. ഹിതകാരിണി സമാജം വീരേശലിംഗം പന്തലു. സ്വാഭിമാന പ്രസ്ഥാനം EV രാമസ്വാമി നായ്ക്കർ. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം ശ്രീനാരായണ ഗുരു. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. ഇന്ത്യൻ ദേശീയതയുടെ വളർച്ചയെ സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? സാമ്പത്തിക നയം, സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ, സാഹിത്യവും പത്രങ്ങളും, പാശ്ചാത്യ വിദ്യാഭ്യാസം, ഗതാഗതവും വാർത്താവിനിമയവും. ആദ്യകാല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചത് കൽക്കട്ടയിലാണ്. ഇതിന് നേതൃത്വം നൽകിയത് സുരേന്ദ്രനാഥ് ബാനർജിയും ആനന്ദ മോഹൻ ബോസും ചേർന്നാണ്. ഇന്ത്യൻ അസോസിയേഷൻ ആരാണ് രൂപീകരിച്ചത്? സുരേന്ദ്രനാഥ ബാനർജി ആൻഡ് ആനന്ദ മോഹൻ ബോസ്. മദ്രാസ് മഹാജൻ സഭ മദ്രാസിലാണ്. വീരരാഘവാചാരി, സുബ്രഹ്മണ്യ അയ്യർ, ആനന്ദ് ചാർലോ എന്നിവരാണ് ഈ പ്രസ്ഥാനം സ്ഥാപിച്ചത്. ബോംബെ പ്രസിഡൻസി അസോസിയേഷൻ ബോംബെയിലാണ് സ്ഥാപിച്ചത്. ഫിറോസ് ഷാ മേത്ത, KT തിലക്, ബദറുദ്ദീൻ ത്യാബ്ജി തുടങ്ങിയവരാണ്. 1885 ഡിസംബർ 28 പകൽ 12 മണി ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലെ വിശാലമായ മുറിയിൽ ഒരു യോഗം നടക്കുന്നു. 72 പേർ അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ ചില പ്രധാന സംഘടനകളുടെ പ്രതിനിധികളായി പ്രവർത്തിച്ചവരാണ് അവർ. ഭാഷ കൊണ്ടും മതവിശ്വാസം കൊണ്ടും സമൂഹത്തിൽ ആർജിച്ചിരുന്ന അംഗീകാരം കൊണ്ടും വൈവിധ്യമാർന്ന വ്യക്തിത്വമുള്ളവർ. സംഘാടകരിൽ ഒരാൾ ഇംഗ്ലീഷുകാരനായ അലൻ ഒക്ടോവിയൻ ഹ്യൂം ആയിരുന്നു. WC ബാനർജി എന്ന അഭിഭാഷകനായിരുന്നു അന്നത്തെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത്. അപ്പോൾ INC രൂപീകൃതമായ സമ്മേളനം എന്നാണ് 1885 ഡിസംബർ 28 പകൽ 12 മണിക്ക് ചേർന്ന സമ്മേളനം.
എവിടെയായിരുന്നു സമ്മേളനം ചേർന്നത്? ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലായിരുന്നു ഈ സമ്മേളനം ചേർന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളാണ്: ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കിടയിൽ സൗഹൃദ ബന്ധം വളർത്തുക, ജാതിയുടെയോ മതത്തിൻ്റെയോ പ്രവിശ്യയുടെയോ വ്യത്യാസമില്ലാതെ ദേശീയ ഐക്യബോധം വളർത്തുകയും ഉറപ്പിക്കുകയും ചെയ്യുക, പൊതു ആവശ്യങ്ങൾക്ക് രൂപം നൽകുകയും അവ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് മുമ്പാകെ അവതരിപ്പിക്കുകയും ചെയ്യുക, രാജ്യത്ത് പൊതു അഭിപ്രായം രൂപീകരിക്കുകയും ജനങ്ങളെ സംഘടിപ്പിക്കുകയും ചെയ്യുക, അഖിലേന്ത്യാ മത്സര പരീക്ഷകൾക്ക് ഇന്ത്യയിലും കേന്ദ്രങ്ങൾ അനുവദിക്കുക. ഇതൊക്കെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആദ്യ മലയാളിയാണ് 1897 അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷ പദവി അലങ്കരിച്ച R.C. ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആദ്യ മലയാളി ആരാണ്? R.C. ശങ്കരൻ നായർ. ഐക്യ ബംഗാൾ ഒരു ശക്തിയാണ്. ബംഗാൾ വിഭജിക്കപ്പെട്ടാൽ ശക്തിക്ഷയമുണ്ടാകും. കോൺഗ്രസ് നേതാക്കന്മാരുടെ തോന്നൽ ഇതാണ്. അവരുടെ ആശങ്ക പൂർണ്ണമായും ശരിയാണ്. ബംഗാൾ വിഭജിക്കാനുള്ള പദ്ധതികളുടെ മേന്മകളിലൊന്ന് ഇത് തന്നെയാണ്. നമ്മുടെ മുഖ്യ ലക്ഷ്യങ്ങളിലൊന്ന് നമ്മുടെ ഭരണത്തിൻ്റെ എതിരാളികളെ ഭിന്നിപ്പിക്കുകയും അതുവഴി എതിർക്കുന്ന സംഘടനയെ ദുർബലമാക്കുകയുമാണ്. ഇങ്ങനെ പറഞ്ഞത് H. റിസ്ലെ ആണ്. ബംഗാൾ വിഭജനം. ബംഗാളിനെ കിഴക്കൻ ബംഗാൾ, പടിഞ്ഞാറൻ ബംഗാൾ എന്നിങ്ങനെ രണ്ടായി വിഭജിച്ചു. കിഴക്കൻ ബംഗാൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശവും പടിഞ്ഞാറൻ ബംഗാൾ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശവും ആയി മാറി. ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16 രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച അമർ സോണ ബംഗ്ല എന്ന ദേശഭക്തി ഗാനവും ആലപിച്ചുകൊണ്ട് ജനങ്ങൾ തെരുവുകളിൽ സംഘടിച്ചു. ഈ പ്രതിഷേധങ്ങൾ ഒരു വലിയ സമരമായി മാറി. ഇത് സ്വദേശാഭിമാനി പ്രസ്ഥാനമെന്ന് അറിയപ്പെട്ടു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തമായ ഒരു കുതിച്ചുചാട്ടമാണ് സ്വദേശി പ്രസ്ഥാനത്തോടുകൂടി ഉണ്ടായത്. ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗവും ബ്രിട്ടീഷ് വസ്തുക്കളുടെ ബഹിഷ്കരണവുമായിരുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന സമരരീതി. സ്വാശ്രയം എന്നതായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രധാന ആശയം. സ്വദേശി സമരത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിരവധി തുണിമില്ലുകൾ, സോപ്പ് നിർമ്മാണശാലകൾ, തീപ്പെട്ടി ഫാക്ടറികൾ, കൈത്തറി സ്ഥാപനങ്ങൾ, ദേശീയ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ എന്നിവ ആരംഭിച്ചു. ആചാര്യ P.C. റോയ് ആരംഭിച്ച ബംഗാൾ കെമിക്കൽ സ്റ്റോർ, അബനീന്ദ്രനാഥ് ടാഗോർ തുടക്കമിട്ട സ്വദേശി സ്റ്റോർ, V. ചിദംബരം പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി, ജംഷഡ്ജി ടാറ്റ സ്ഥാപിച്ച സ്റ്റീൽ ഫാക്ടറി എന്നിവയും സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി രൂപം കൊണ്ടതാണ്. സ്വദേശി പ്രസ്ഥാനം ദേശീയ സമരത്തെ സാധാരണക്കാരിലേക്ക് എത്തിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തന രീതികളെ സംബന്ധിച്ച് നേതാക്കളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിന്നിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ പ്രത്യക്ഷ സമരത്തിൽ ആദ്യകാല നേതാക്കൾ ആയിരുന്നത് മിതവാദികൾ ആണ്. ഫിറോസ് ഷാ മേത്ത, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി എന്നിവരായിരുന്നു അവരിൽ പ്രധാനികൾ. ഇനി തീവ്രദേശീയവാദികൾ ആരാണ്? മിതവാദികളുടെ ആശയങ്ങളോടും പ്രവർത്തനങ്ങളോടും അതൃപ്തരായ മറ്റൊരു വിഭാഗം കോൺഗ്രസിന് ശക്തരായി. അവർ തീവ്രദേശീയവാദികൾ എന്നറിയപ്പെട്ടു. ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജ്പത് റായ് എന്നിവരാണ് തീവ്രവാദികൾ. മിതവാദികളുടെയും തീവ്രവാദികളുടെയും അഭിപ്രായ ഭിന്നതകൾ 1907 സൂററ്റിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ഒത്തുതീർപ്പായി. മിതവാദികളുടെയും തീവ്രവാദികളും, അപ്പോൾ മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ചത് എന്നാണ് 1997 സൂററ്റ് സമ്മേളനം. 1907 സൂററ്റ് സമ്മേളനത്തിലാണ് മിതവാദികളും തീവ്രവാദികളും ഒന്നിക്കുന്നത്. മിതവാദികളും തീവ്രവാദികളും സ്പ്ലിറ്റ് ആകുന്നത് 1907 സൂററ്റ് സമ്മേളനത്തിലാണ്. അപ്പോൾ സൂററ്റ് സ്പ്ലിറ്റ് എന്നറിയപ്പെടുന്നത് 1907 സൂററ്റ് സമ്മേളനമാണ്.
സർവേന്ത്യ മുസ്ലിം ലീഗിൻ്റെ രൂപീകരണം ആഘാഖാൻ്റെ നേതൃത്വത്തിൽ ഒരു മുസ്ലിം പ്രതിനിധി സംഘം സിംലയിൽ വെച്ച് മിൻറ്റോ പ്രഭുവിനെ കാണുകയും ചില ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. സർക്കാരിൻ്റെ എല്ലാ തലങ്ങളിലും തങ്ങളുടെ സമുദായത്തിന് പ്രത്യേക പ്രാതിനിധ്യം നൽകണമെന്നും മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ വേണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങളോടുള്ള വൈസ്രോയിയുടെ പ്രതികരണം തികച്ചും അനുകൂലമായിരുന്നു. ഇത് മുസ്ലിങ്ങൾക്കായി ഒരു പ്രത്യേക രാഷ്ട്രീയ സംഘടന ആരംഭിക്കാൻ പ്രചോദനമാകുകയും 1906 സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമാവുകയും ചെയ്തു. ഇപ്പോൾ സർവേന്ത്യ മുസ്ലിം ലീഗ് സ്ഥാപിതമായതെന്നാണ് 1906 1909 നടപ്പിലാക്കിയ മിൻറ്റോ മോർലി പരിഷ്കാരങ്ങൾ ഇത്തരത്തിലുള്ളതായിരുന്നു. ഈ പരിഷ്കാരത്തിലെ പ്രധാന വ്യക്തികളാണ് മുസ്ലിങ്ങൾക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ഏർപ്പെടുത്തുക, നിയമനിർമ്മാണ സഭകളുടെ പ്രവർത്തനങ്ങളും അധികാരങ്ങളും വിപുലപ്പെടുത്തുക തുടങ്ങിയവ. ലാൽ ബാൽപാൽ സ്വദേശി പ്രസ്ഥാനത്തിന് കൂടുതൽ കരുത്ത് പകർന്നുകൊണ്ട് ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ഊന്നിപ്പറഞ്ഞ തീവ്രദേശീയ നേതാക്കളാണ് ലാലാ ലജ്പത് റായ്, ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ എന്നിവർ. ആനി ബസന്റിൻ്റെയും ബാലഗംഗാധര തിലകിൻ്റെയും നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച ഹോം റൂൾ ലീഗ് നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ജനപിന്തുണ നേടി. ഹോം റൂൾ അഥവാ സ്വയംഭരണമായിരുന്നു ഈ സംഘടനയുടെ ലക്ഷ്യം. 1917 കൽക്കട്ട സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആദ്യ വനിതയാണ് ആനി ബസന്റ്. അപ്പോൾ 1917 കൽക്കട്ട സമ്മേളനത്തിൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷയായ ആദ്യ വനിതയാണ് ആനി ബസന്റ്. 1916 കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനം നടന്നത് ലക്നൌവിലായിരുന്നു. ഈ സമ്മേളനം ചില സുപ്രധാന തീരുമാനങ്ങളാൽ ശ്രദ്ധേയമായിരുന്നു. മിതവാദികളും തീവ്രവാദികളും ഐക്യപ്പെടാനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സർവേന്ത്യ മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാനും ഈ സമ്മേളനങ്ങൾ തീരുമാനിച്ചു. ഇപ്പോൾ ലക്നൗ പാക്ട് എന്നാണ്? 1916 ലക്നൗ പാക്ട്. ചില വിപ്ലവ സംഘടനകൾ നോക്കാം. അനുശീലൻ സമിതി ബംഗാളിലാണ്. നേതൃത്വം നൽകിയത് സച്ചീന്ദ്ര സന്യാലും അരവിന്ദോ ഘോഷുമാണ്. ഭാരത് മാതാ അസോസിയേഷൻ മദ്രാസിലാണ്. നേതൃത്വം നൽകിയത് നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ് എന്നിവരാണ്. യുഗാന്തർ പാർട്ടി സ്ഥാപിച്ചത് ബംഗാളിലാണ്. റാഷ് ബിഹാരി ബോസ്, ഖുദിറാം ബോസ് എന്നിവരാണ് ബംഗാളിൽ യുഗാന്തർ പാർട്ടിയുടെ നേതാക്കൾ. ഗദ്ദാർ പാർട്ടി രൂപീകരിച്ചത് അമേരിക്കയിലാണ് ഗദ്ദർ പാർട്ടി രൂപീകരിച്ചത്. ഗദ്ദർ പാർട്ടിക്ക് നേതൃത്വം നൽകിയത് ലാലാ ഹർദയാലാണ്. അപ്പോൾ അനുശീലൻ സമിതി സച്ചീന്ദ്രനാഥ് സന്യാൽ, അരബിന്ദോ ഘോഷ്. ഭാരത് മാതാ അസോസിയേഷൻ നീലകണ്ഠ ബ്രഹ്മചാരി, വാഞ്ചി അയ്യർ, അജിത് സിംഗ്. യുഗാന്തർ പാർട്ടി റാഷ് ബിഹാരി ബോസ്, ഖുദിറാം ബോസ്. ഗദ്ദർ പാർട്ടി ലാലാ ഹർദയാൽ. അപ്പോൾ ഇത്രയുമാണ് 8ാം ക്ലാസ്സിലെ 2ാമത്തെ പാഠത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്. താങ്ക് യു.